ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള മറ്റൊരു മാർഗം നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിലൂടെ കണ്ടെത്തുകയാണ്. ശരിയും തെറ്റും ആരാണ് നിർണ്ണയിക്കേണ്ടത്? നമുക്ക് തോന്നിയാൽ മതിയോ ഇത് ശരിയാണെന്ന്? പോരാ എന്ന് വചനം പറയുന്നുണ്ട്. മാത്രമല്ല, അന്തിമമായ തീരുമാനം, നമ്മളൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്, ഒരുപാട് ആലോചനകൾ ചെയ്യുന്നവരാണ്. അന്തിമമായ തീരുമാനം ദൈവത്തിൽ നിന്ന് വരണം. അങ്ങനെയൊന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവർ അവരുടെ ജീവിതത്തെ നേരെയാക്കി ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള ആ ഒരു യോഗ്യതയിലേക്ക് നമ്മൾ ഉയരുകയാണ്. രണ്ട് സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഈ വിഷയം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഒരാൾ പറഞ്ഞത്, പലരും പറഞ്ഞു കേട്ട് അവസാനം ഞാൻ തീരുമാനിച്ചു വിദേശത്ത് പോയി. ഇല്ലാത്ത പണം ഉണ്ടാക്കി അതിന് കൊടുത്തു. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞത്, ആ പണവും പോയി, ഞാനിപ്പോഴും വിദേശത്ത് പോയിട്ടില്ല, നാട്ടിൽ തന്നെയാണ്. അതൊക്കെ ആ പണവും പോയി, അവന് വിദേശത്തോട്ട് പോകാനും പറ്റിയില്ല. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ പലരും സജസ്റ്റ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അത് ഇവന് നല്ലതായിട്ട് മാറിയോ? ഇല്ല, ഇവന് നന്മ വന്നില്ല. ഇവന് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് വന്നത് എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുക. മറ്റൊരു സംഭവം ഒരു യുവാവ് പറഞ്ഞതാണ്. ഒരാൾ, അവന് കുറച്ച് പരിചയമൊക്കെ ഉള്ള ആളാണ്. അവൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, നീ എൻ്റെ പാർട്ട്ണർ ആകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ബിസിനസ്, ഇഷ്ടംപോലെ കാശുണ്ടാക്കാവുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് അവന് ശരിയെന്ന് തോന്നി. അവൻ കൂടി. അവസാനം ഈ പാർട്ട്ണർന്ന് ആക്കാമെന്ന് പറഞ്ഞു വന്നയാൾ ഇവനെ ശരിക്കും പറ്റിച്ചു. ഇവനായിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തത്, പറ്റിച്ചു. അങ്ങനെ ആ ബിസിനസ് അടവടലം പൊട്ടി. അവൻ പറഞ്ഞത്, കാരണവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, അല്ല ചിലപ്പോൾ അതുകൂടെ ചെയ്തു പോകേണ്ടതായിരുന്നു. ഏതായാലും അവരുടെ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട് അത് സംഭവിച്ചിട്ടില്ല. ഈ രണ്ട് ഇടങ്ങളിലും നമ്മൾ കാണുന്നു. പലരും പറഞ്ഞു ഇതാണ് ശരി, പക്ഷെ അത് ശരിയായോ? ഇല്ല. നമുക്ക് തോന്നാം ഇതാണ് ശരി, പക്ഷെ അത് ശരിയാകണമെന്നില്ല. എപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ആലോചന ചെയ്തിട്ട് അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും വരട്ടെ. ഒരാൾ ഈ വിദേശത്ത് പോകുന്ന കാര്യം വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവ്, ഇത് എനിക്ക് നന്മയാകുന്നതല്ലെങ്കിൽ, നീ ഇഷ്ടപ്പെടുന്നതല്ലെങ്കിൽ എന്നെ വിടരുത്, എന്നെ വിടരുത്. എനിക്കതിനകത്ത് ഒരു പരിഭവം ഉണ്ടാകത്തില്ല, എന്നെ വിടരുത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ചില നീക്കങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അവന് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ പോകാൻ. അതുകൊണ്ട് അവൻ ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ജോലിയും വിട്ടില്ല. ആ ജോലിയിൽ ആത്മാർത്ഥമായിട്ട് അതിൽ മുഴുകി ഒരു കുഴപ്പമില്ലാതെ മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് നമ്മളിങ്ങനെ ഒരു സ്പേസ് കൊടുത്താൽ, തീരുമാനം ദൈവത്തിൻ്റേതു കൂടി ആകാനുള്ള ഒരു സ്പേസ് കൊടുത്താൽ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ വരുന്ന തീരുമാനങ്ങൾ നമുക്ക് നന്മയായി ഭവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ശരിയെന്ന് നമുക്ക് തോന്നിയാൽ പോരാ, ശരിയെന്ന് വചനം പറയുന്നതും ദൈവം പറയുന്നതുമാണ് യഥാർത്ഥ ശരി. ഇതറിയാൻ ഒരു വചനം എടുത്താൽ മതി. സുഭാഷിതങ്ങൾ 14:12 വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിക്കും. ഇതുപോലെ ശരിയെന്ന് വിചാരിച്ചു പോയിട്ട് അവസാനം മനസ്സിലായി അത് ശരിയായിരുന്നില്ല, പോയി ആത്മഹത്യ ചെയ്ത വ്യക്തികളുണ്ട്. ഇന്ന് ഒരുപാട് നിരാശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവർ വിചാരിച്ച ശരി അത് ശരിയല്ലായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ദൈവം ശരിയെന്ന് ദൈവം അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അതെടുത്താണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. 1 കൊരിന്തോസ് 6:12 വായിച്ചാൽ മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അനുവദനീയമായതെല്ലാം പ്രയോജനപ്രദമാകണമെന്നില്ല. പലതും അനുവദനീയമാണ്, പക്ഷെ അതെല്ലാം എനിക്ക് പ്രയോജനപ്രദമല്ല. എനിക്കിത് പ്രയോജനപ്രദമാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ടാകണം. അതല്ലാതെ ഇത് അനുവദിച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറകെ പോയിക്കൂടാ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വിവാഹ ജീവിതത്തിന് കഴിവില്ലാത്ത, വിളിയില്ലാത്ത ഒരു വ്യക്തി, ആ കല്യാണം കഴിക്കാൻ പ്രായമായി, ഇനിയിപ്പം നിയമം അത് തടസ്സമൊന്നും അല്ല, അങ്ങനെ വിചാരിച്ച് കെട്ടാൻ പോയി എങ്ങനെ ഇരിക്കും? എല്ലാം അനുവദനീയമായതെല്ലാം നമുക്ക് ഗുണപ്രദമാകണമെന്നില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ചില പ്രായം അനുവദിക്കുന്ന, ഇന്ന പ്രായമായി കഴിയുമ്പോൾ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ. ഇന്ന പ്രായക്കാർക്ക് വേണമെങ്കിൽ മദ്യപിക്കാം, ഇന്ന പ്രായക്കാർക്ക് വേണമെങ്കിൽ സ്മോക്ക് ചെയ്യാം. നിയമപരമായിട്ടുള്ളൊരു നടപടിയും അവരുടെ നേരെ ആരും എടുക്കാൻ പോകത്തില്ല. പക്ഷെ നമുക്കറിയാമല്ലോ,
അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവസാനം ജീവിതം കംപ്ലീറ്റ് നശിച്ച സംഭവങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായതെല്ലാം നമുക്ക് പ്രയോജനപ്രദമാകണമെന്നില്ല. നമുക്ക് പ്രയോജനപ്രദമാകുന്നത് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം, രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ശരി തെറ്റെന്നോ തെറ്റ് ശരിയെന്നോ ഒരിക്കലും നമ്മൾ പറയരുത്. ഇനി അതിന് വാദിക്കാൻ പോകരുത്. അത് അപകടകാരിയാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്ഥാപിക്കാൻ പറ്റും. ഒരു തെറ്റ് ശരിയെന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാൻ പറ്റും. യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വചനം സ്വീകരിക്കുക, വചനത്തിൽ നിലനിൽക്കുക, വചനം ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സത്യം അറിയാൻ പറ്റും. ആ സത്യമാണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ടത്. ഇനി ശരി തെറ്റായിട്ട് ഞാൻ കണ്ട് സ്ഥാപിക്കാൻ നോക്കി അതിൻ്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ ഒരിക്കലും ഞാൻ സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കത്തില്ല. യെശയ്യാ 5:20 വചനം വായിച്ചാൽ, തിന്മയെ നന്മയെന്നോ നന്മയെ തിന്മയെന്നോ വിളിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമോ ജീവിത വിജയമോ ഉണ്ടാകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു കാര്യം, മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, തെറ്റിന് അർഹമായ ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 1:18 മുതൽ വായിക്കുമ്പോൾ, മനുഷ്യൻ്റെ തിന്മ, അതിൻ്റെ പേരിൽ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശിക്ഷ, നാശം, നഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. റോമ 2:9-10 വായിച്ചാൽ, പാപം ചെയ്യുന്ന തിന്മ ചെയ്യുന്ന ഏതൊരുവനും ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. അവസാനമായിട്ട് വചനം നിഷ്കർഷിക്കുന്ന ഒരു 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം, തോന്നലുകൾക്ക് വഴങ്ങരുത്. നമുക്ക് പലതും നന്മയെന്ന് തോന്നിയേക്കാം, ശരിയെന്ന് തോന്നിയേക്കാം, അതിന് വഴങ്ങരുത്. സുഭാഷിതങ്ങൾ 14:12 അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തേത്, കൂട്ടുകാർക്ക് വഴങ്ങരുത്. പല സംഭവങ്ങളുണ്ട്, കൂട്ടുകാർക്ക് വഴങ്ങി അങ്ങനെ ചില കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അവസാനം രണ്ടുപേരും നശിച്ച സംഭവങ്ങൾ. 1 കൊറിന്തോസ് 15:33 വായിച്ചാൽ, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. മൂന്നാമത്തെ കാര്യമാണ്, സാത്താന് വഴങ്ങരുത്. സാത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതിന് നാം വഴങ്ങരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 3-ാം വായിച്ചാൽ, 2 തീമോത്തി 2:26 വായിച്ചാൽ അവിടെയെല്ലാം കിട്ടുന്ന സന്ദേശം അതാണ്. അവസാനത്തേത്, മോഹന വാഗ്ദാനങ്ങൾക്കോ അഭിലാഷങ്ങൾക്കോ നമ്മൾ വഴങ്ങരുത്. പലരും മോഹന വാഗ്ദാനങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നേക്കാം. യേശുവിനോട് പറഞ്ഞത്, നീ എന്നെ ഒന്ന് കൊമ്പിട്ട് ആരാധിച്ചതിൽ ഇതെല്ലാം നിന്റെ സ്വന്തമാകും. പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാൽ, അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടാൽ അവസാനം നീ ഉണക്കമരമായി തീരും. ഇങ്ങനെയുള്ള ദുരവസ്ഥകൾ വരാതിരിക്കാൻ നമുക്ക് എടുക്കേണ്ട തീരുമാനമെടുത്ത് ആ തീരുമാനം ഉണ്ണിക്ക് ഒരു ഉമ്മയായി കൊടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.